ഇരിക്കുകയാണോ? കുളിക്കുന്നില്ലേ? കുളിക്കാൻ നീ ഒരു ചായ ഇട്ടിട്ടോ. ഞാൻ ഇന്നലെ ചായ കുടിച്ചൊന്നും കുടിക്കാൻ പറ്റിയിട്ടില്ല. എയർപോർട്ടിലൊക്കെ എന്താ റേറ്റ് ഒരു ചായക്ക്? ചായപ്പൊടി ഇല്ല, കാപ്പിപ്പൊടി ഉണ്ട്. ഞാൻ കാപ്പി ഇടട്ടെ? ശരി, എന്നാ കാപ്പി ഇട്ട് തരാം. ഇതൊക്കെ ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്യുന്നു. ക്ഷീണമായിരിക്കുമല്ലേ യാത്ര കഴിഞ്ഞ് വന്ന കാരണം? കിടക്കാനൊന്നും പറ്റില്ല. കോഫി കുടിച്ചിട്ട് കുളിച്ചിട്ട് വാ, നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാം. ഇവിടുത്തെ കിച്ചൺ വർക്കിംഗ് അല്ല. പാല് വെച്ചല്ലേ? പാല് വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് നാളെ രാവിലെ ഐശ്വര്യമായിട്ട് പാലൊക്കെ കാച്ചി കുക്കിംഗ് ആണ്. ഒരു കണ്ണാടി പൊട്ടിക്കുന്നു. ഞാൻ വരുന്നില്ല. ഇല്ല, ഞാൻ കുളിച്ചിട്ടാ വന്നത്. കുറെ നാളായിരുന്നു. ഞാൻ രാവിലെ വിളിച്ചതേ ഉള്ളൂ. അയ്യോ, പോയി കുളിച്ചിട്ട് വാ. ആ, എല്ലാം ഉണ്ട് അവിടെ. ഡ്രസ്സൊക്കെ മാറുമോ? എന്തേ പോകുന്നില്ല? വിശക്കുന്നുണ്ടോ? ഇല്ല, ഭയങ്കര ക്ഷീണം. കുറച്ചു നേരം കിടന്നിട്ട് നമുക്ക് പോവാം. അപ്പോഴത്തേക്ക് കടയൊക്കെ തുറക്കുള്ളൂ ഫുഡ് കഴിക്കാനല്ല. ഈ മുടിയൊന്നും ഉണങ്ങിയില്ലല്ലോ. നിറയെ വെള്ളം. കുറച്ചേരം കിടന്നു എന്ന കുറച്ചേരം കിടന്നു എന്ന ക്ഷീണം. എനിക്കുണ്ട് ക്ഷീണം. ഞാൻ ഉറങ്ങാൻ പോവാം. എനിക്ക് ക്ഷീണമൊക്കെ ആവാം. കാളിദാസൻ പാടിയ മേഘദൂതമേ, ദേവിദാസനാകുമെൻ രാഗഗീതമേ, ചൊടികളിൽ തേൻകണം ഏന്തിടും പൈങ്കിളി, ചൊടികളിൽ തേൻകണം ഏന്തിടും പൈങ്കിളി, നീയില്ലെങ്കിൽ ഞാനേകനായി എൻ്റെ മൗനം മാത്രം. നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ മിഴിയിൽ കണ്ടു ഞാൻ വരാതെ വന്നയൻ ദേവി. അരിയട്ടത്തിരി വെള്ളം. ഭയങ്കര ക്ഷീണം. ഡോക്ടർ എന്ത് പറഞ്ഞു? കയറി വരായിരുന്നില്ലേ? ഹോസ്പിറ്റലിൽ പേടിയാന്ന് പറഞ്ഞ് പുറത്തിരുന്നിട്ടല്ലേ? പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കണം, വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കണം, ഫുഡ് കഴിക്കണം. അത്രയും കുഴപ്പമൊന്നുമില്ല. ഭയങ്കര മസിലൊക്കെ വേദന, കാലൊക്കെ നല്ല വേദന. കുറേ നേരം അവിടെ ഇരുന്ന് തന്നെ കാല് തൂക്കിട്ടതിൻ്റെ കാലം കൂട്ടി വരും. നീരില്ല, മസിൽ പെയിനാണ്. വേദനയാണ്. ആ, നല്ല സുഖമുണ്ട്.
നാട്ടിൽ പോണ കാര്യമൊക്കെ ആലോചിച്ചായിരുന്നു. ഇപ്പോഴോ? ഉം. അപ്പോൾ നാട്ടിൽ പോയി എങ്ങനെ ശരിയാകുന്നു? ഇവിടെ ഒരു ജോലിയൊന്നും ഇല്ലല്ലോ. നമ്മൾ നോക്കിയതല്ലോ, ഇവിടെ സെറ്റാകാനായിട്ടല്ല. ഇനിയിപ്പോൾ പഴയ പോലെയല്ല, ഒരാളും കൂടി വരികയല്ലേ. പിന്നെ അതിൻ്റെ ചിലവും കാര്യങ്ങളുണ്ട്. അങ്ങനെ നാട്ടിൽ പോകുന്നതിന് ഇവിടെ എന്തെങ്കിലും നോക്ക്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നത്. ഈ ഓൺലൈനായിട്ടൊക്കെ എത്രയോ പേര് ചെയ്യുന്നു, ഈ വീഡിയോസൊക്കെ ചെയ്യുന്നു. അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ, അങ്ങനെ ചെയ്യാം. നടക്കും, അതൊക്കെ നമ്മളറിയാൻ നടക്കും. ഇതിലൊക്കെ അതിൻ്റെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ഇവിടെ. എന്നിട്ട് അങ്ങനെ നോക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകേണ്ട വരില്ല, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അത് മതി. എന്നാലും എന്നെ ഈ അവസ്ഥയിലിട്ട് പോകണമെന്ന് പറയാൻ തോന്നിയില്ല. ഇതൊരു മനുഷ്യനാ. എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ നിൽക്കണതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ. ഇത്രയും നാളും ജോലിയൊക്കെ ചെയ്ത് നിന്നതല്ലേ. അതെന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് നോക്കാം. ഇവിടെ നടക്കുവാണോ അങ്ങോട്ട്? അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മതി, ഇങ്ങനെ മുമ്പോട്ട് പോയാൽ മതി.
സാറില്ല, ഞാൻ അവളോട് വിളിച്ച് പറഞ്ഞോളാം. എന്താ നിന്റെ പ്രശ്നം എന്താ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. എപ്പോഴും ഇതൊക്കെ തന്നെയാണ്. ഹാപ്പി വിഷു. കഴിഞ്ഞിട്ടും തരാടാ എനിക്ക്. ചേച്ചി വന്നില്ലേ? നിനക്കുന്ന കാര്യമല്ലേ? എല്ലാവരും നിന്നെ അന്വേഷിച്ചായിരുന്നല്ലോ. ഞാനെന്ത് കാര്യത്തിന് വരേണ്ടത്? ഞാൻ ഇന്നലെ കേക്ക് കട്ട് ചെയ്യാൻ നേരം വിളിച്ചവൻ വന്നോ? വന്നില്ലല്ലോ. എല്ലാവരും ഉണ്ടായിരുന്നതല്ലേ. ഇപ്പൊ എല്ലാവരുടെ മുമ്പ് വെച്ച് എന്നെ നാണം കെടുത്താൻ വേണ്ടിയല്ലേ വരാതിരുന്നത്? നാണോ? കുറെ നാളെ ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നു. ഞാനൊരു മനുഷ്യനാണ്. അപ്പം മനഃപൂർവ്വമാണ്. റൂമിലേക്ക് പോകും. മനഃപൂർവ്വം അല്ലേ ഇങ്ങനൊക്കെ ചെയ്യുന്നത്? അതെ, മനഃപൂർവ്വം തന്നെ. മറ്റുള്ളവരുടെ മുമ്പിൽ ഹാപ്പിയാണെന്ന് കാണിച്ച് മടുത്തു. ഇവിടെ നിങ്ങൾക്ക് എന്തൊരു കുറവുള്ളത്? കുറവോ? കുറവല്ലേ ഉള്ളൂ. എത്ര നാളായി നീ എന്നോടൊന്നും മിണ്ടിയിട്ട്? അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അത് മാത്രമാണോ പ്രശ്നം? എനിക്കറിയില്ല. നീ എന്നെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതൊന്നും അറിയില്ല എന്ന് നീ വിചാരിച്ചേ? ആ പറയാൻ എനിക്ക് മനസ്സിലായില്ല. അവനുമായുള്ള നിന്റെ ബന്ധമെല്ലാം നിർത്തണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ നീ ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ അറിയുന്നില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ഫോണിൽ എല്ലാം ഞാൻ കാണുന്നുണ്ട്. അത് നന്നായി പോയി. കാണുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. അത് എനിക്കറിയത്തില്ലെന്നാണോ വിചാരം എൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നത്? അതുകൊണ്ട് തന്നെ ഡിലീറ്റ് ആകാതെ കണ്ടോട്ടെന്ന് തന്നെ വിചാരിച്ചു. ഇതൊക്കെ കണ്ടിട്ട് നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്തത് എൻ്റെ കഴിവുകേടായിട്ട് നീ കാണണ്ട. പിന്നെ ഒരു പെണ്ണിനെ തല്ലുന്ന അത്ര ഹീറോയിസം ഒന്നുമല്ല. ഞാൻ എൻ്റെ കരിയറും കളഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നത് നീ ഇനി തെറ്റിലേക്കൊന്നും പോകാതിരിക്കാനും നമുക്കൊന്ന് വെച്ച് സന്തോഷത്തോടുകൂടി കഴിയാനും വേണ്ടിയിട്ടാണ്. പക്ഷെ നീ അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ കുഞ്ഞുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. ഇതെല്ലാം സഹിച്ചിവിടെ നിൽക്കുന്നത്. എന്തിനു സഹിക്കണം? ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ഇനി മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് വേണം ചെയ്യാം. എന്തായാലും ഞാൻ പിടിച്ചു നിർത്താനൊന്നും പോകുന്നില്ല. ആ കുഞ്ഞിനോർത്തെങ്കിലും നിനക്കതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഞാൻ നിൻ്റെ ഭർത്താവാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നതാണോ? ദിവ്യ, എനിക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും നീ ഇത് തന്നെ പിന്നെയും കാണിക്കുന്നുണ്ടല്ലോ. ഇത് ചെയ്യാനുള്ള നിൻ്റെ ആ മനസ്സ്. നിനക്കിതൊക്കെ എങ്ങനെ പറ്റുന്നു? ഇന്നലെ നമുക്കൊരു കുഞ്ഞില്ലേ? ഇത്ര വർഷമായില്ലേ നമ്മൾ ഒന്നിച്ച് കഴിയുന്നു. നീ അവനും കൂടി അപ്പം എന്നെ പൊട്ടനാക്കുമായിരുന്നു. എനിക്ക് വരാൻ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നീ ഇന്ന് ജീവനോടുകൂടി ഉണ്ടാവില്ലായിരുന്നു. നീയും അവനും കൂടി ചേർന്ന് നശിപ്പിച്ച നമ്മുടെ നല്ലൊരു ഫാമിലി ലൈഫാണ്. ഒരിക്കൽ നീ അറിയും എൻ്റെ വില എന്താണ്. ഞാൻ പോവാണ്. ഞാൻ വരാം. വേണ്ട, അഞ്ജലി ഉണ്ടോ?
ദിവ്യയ്ക്ക്, എൻ്റെ ജീവിതത്തിൽ നിന്നെ സ്നേഹിച്ചതുപോലെ മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല. അത്രയ്ക്കിഷ്ടമാണ് നിന്നെ. നിൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ എനിക്കിനിയും പിടിച്ചു നിൽക്കാൻ വയ്യ. ഞാൻ ഈ ലോകത്തോട് വിട പറയുകയാണ്. നമ്മുടെ കുഞ്ഞിനെ നല്ലപോലെ നോക്കണേ. നിന്നോട് ഇനിയും എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഞങ്ങളുടെ കൂടെ നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ച കവിതകൾ നിന്റെ